സ്റ്റേറ്റ്മെന്റ്. ഓർഡർ 8ലാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയണത്. ഇതെന്താണ്? പ്ലെയിന്റിന്റെ റിപ്ലൈ ആണ് എന്ത്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ്? ഈ പ്ലെയിന്റ് കൊടുത്ത് ഈ സമൺസ് അയക്കുമ്പം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? എതിർകക്ഷി അതായത് ഡിഫൻഡന്റ് എന്ത് ചെയ്യണം? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് 30 ദിവസത്തിനുള്ളിൽ തന്നെ. ഈ 30 ദിവസം എന്നുള്ളത് കോടതിക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് കോടതിക്ക് വേണമെങ്കിൽ അണ്ടർ സെക്ഷൻ 148 പ്രകാരം എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഒരു കേസിൽ ഒന്നിൽ കൂടുതൽ ഡിഫൻഡന്റ് ഉണ്ടെങ്കിൽ ആ എല്ലാ ഡിഫൻഡന്റ് എന്ത് ചെയ്തിരിക്കണം? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിരിക്കണം. പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫൻഡന്റിന്റെ ഡിഫൻസ് പോയിന്റ് അടങ്ങിയിട്ടുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ളൊരു എന്താണ്? ഒരു ഫയലാണ് എന്ത്? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഡിഫൻഡന്റ് വേണമെങ്കിൽ ഈ പ്ലെയിന്റിൽ പറയുന്ന കാര്യങ്ങളെ എന്താണ്? ഡിനൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടോ ആയിരിക്കാം ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ചിലപ്പോൾ പ്ലെയിന്റിൽ ഇയാൾ എന്താണ്? കത്തിയെടുത്ത് കുത്തി അങ്ങനെ എന്താണ്? ഇയാളെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്ലെയിന്റ് എന്താണ്? ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിഫൻഡന്റിന് എന്ത് ചെയ്യാം? ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കത്തി എടുത്ത് കുത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അയാൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ഡിനയും ചെയ്യാം. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, എന്താണ്? ഡിഫൻഡന്റിന്റെ ഡിഫൻസോ അക്സെപ്റ്റൻസോ എന്ത് ചെയ്തിരിക്കണം? ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യണം? എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഡിഫൻസ് പോയിന്റ് ആണ് ഈ സെറ്റ് ഓഫും കൗണ്ടർ ക്ലെയിമും എന്ന് പറയണത്. ഈ സെറ്റ് ഓഫ് എന്ന് പറയണത് ഓർഡർ 8 റൂൾ 6ലാണ് സെറ്റ് ഓഫ് എന്താണെന്ന് പറയണത്. ഇതെന്ന് പറയണത് ഒരു ക്ലെയിം, അതായത് ഈ മണി സ്യൂട്ടിലൊക്കെയാണ് ഈ സെറ്റ് ഓഫ് പറഞ്ഞത്. മണി സ്യൂട്ടിൽ മാത്രമേ ഈ സെറ്റ് ഓഫ് വരാറുള്ളൂ. ഈ സെറ്റ് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിനക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. നീ എനിക്ക് 10,000 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കുകയാണ്. ഇതൊരു മണി സ്യൂട്ടാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ നീ കോടതിയെടുത്ത് പറയാണ്, ഞാൻ നിനക്ക് ഒരു 6,000 രൂപ തരാനുണ്ട്, അതുകൊണ്ട് ആ 6,000 രൂപ മാറ്റിയിട്ട് ബാക്കി 4,000 രൂപ, അതായത് നീ എൻ്റെ നിന്ന് വാങ്ങിയില്ല 10,000 രൂപ, അതിൽ നിന്ന് 6,000 രൂപ കുറച്ചിട്ട്, ഞാൻ തരാനായിട്ടുള്ള 6,000 രൂപ കുറച്ചിട്ട് ബാക്കി 4,000 രൂപ തരാമെന്ന് പറയുന്നതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയണത്. അതായത് എന്താണ്? അല്ലെങ്കിൽ എന്താണ്? ചിലപ്പം ഞാൻ നിനക്ക് 10,000 രൂപ തരാൻ കാണും. അപ്പോൾ നീ ഇങ്ങനെ പറയുമ്പോൾ അവനും എനിക്ക് 10,000 രൂപ തരാനുണ്ട്, അതുകൊണ്ട് ഇത് മൊത്തത്തിൽ എന്താണ്? ക്യാൻസൽ ചെയ്ത് വിടുക, ഇത് മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാലും എന്താണ്? സെറ്റ് ഓഫ് ആണ്. ഇതിനെയാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അത് ഓർഡർ 8 റൂൾ 6ലാണ് പറയുന്നത്. ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മണി സ്യൂട്ട് ആയിരിക്കണം. അത് മണി സ്യൂട്ടിന്റെ ഡിഫൻസ് ആയിരിക്കണം എന്ത്? സെറ്റ് ഓഫ് എന്ന് പറയണത്. പിന്നെ ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സെറ്റ് ഓഫിന്റെ കാര്യം വ്യക്തമായിട്ട് എന്ത് ചെയ്യണം? റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തത് പ്ലെയിന്റിഫിന്റെ ക്ലെയിമിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. അതായത് പ്ലെയിന്റിഫിന്റെ ക്ലെയിമിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിനക്ക് എന്താണ് ഞാൻ മറ്റേ കേസ് പറയുകയാണെന്ന് വെച്ചാൽ, നീ എനിക്ക് 10,000 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു കേസ്. അപ്പോൾ നീ അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അയാൾ എനിക്ക് 10,000 രൂപ തന്നു, പക്ഷേ ഞാൻ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ബാക്കി മറ്റാൾ തരാനുള്ളത് കുറച്ചിട്ട് ബാക്കി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞത്, അത് ആ ക്ലെയിമിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ നാലാമത്തത് ലീഗലി റിക്കവർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ആയിരിക്കണം. അതായത് കഞ്ചാവിൻ്റെ പൈസ തരാനുണ്ട്, അത് അൺലോഫുൾ ആണ്, അങ്ങനെയൊന്നും ആയിരിക്കരുത്. ലീഗലി റിക്കവർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് മണി ആയിരിക്കണം. പിന്നെ ഉള്ളത് സെർട്ടൈൻ സം ഓഫ് മണി ആയിരിക്കും. അതായത് നിശ്ചിതമായിട്ട് ഇന്ന എമൗണ്ട് ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യം വേണം. ഇത്ര രൂപയാണ് എന്നുള്ളത് വേണം, ഒരു കണക്ക് വേണം. പിന്നെ ഒരു കോടതിയുടെ പെക്യുലറിന് ബിയോണ്ട് ആയിട്ട് ആവാൻ പാടില്ല ഈ എമൗണ്ട് എന്ന് പറയണത്. അതായത് ചില കോടതിയിലൊക്കെ ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെയുള്ള കേസ് അവിടെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോടതിയുടെ ആ മണി എന്താണ്? ആ പെക്യുലറിൻ്റെ അകത്ത് നിൽക്കുന്ന തരത്തിലുള്ള കേസായിരിക്കണം. അതിന് ബിയോണ്ടായിട്ട് പോകാനായിട്ട് പാടില്ല എമൗണ്ട്. പിന്നെയുള്ളത് പാർട്ടീസ് എന്താണ്? സെയിം ക്യാരക്ടറിൽ തന്നെ ആയിരിക്കണം സ്റ്റേ ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഞാൻ പ്ലെയിൻറ്റിഫാണ്, നീ ഡിഫൻഡൻ്റ് ആണ്. നമ്മൾ മണി ഇപ്പോൾ സെറ്റ് ഓഫ് ചെയ്താലും എന്താണ്? നീ പറയുന്നത് ഓക്കെ, ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാം, ഇത്ര രൂപ കുറച്ചിട്ട് കൊടുക്കാം. അപ്പം നീ ഡിഫൻഡൻ്റ് ആണ്, ഞാൻ പ്ലെയിൻറ്റിഫാണ്. ആ പൊസിഷനിൽ വേറെ മാറ്റമില്ല. നീ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞ ഉടനെ നീ പ്ലെയിൻറ്റിഫ് ആവുന്നില്ല. ഞാൻ പ്ലെയിൻറ്റിഫ്, നീ ഡിഫൻഡൻ്റ്, ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് സെറ്റ് ഓഫ്. ഈ സെറ്റ് ഓഫിന് തന്നെ 2 രീതിയിലുള്ള സെറ്റ് ഓഫ് ഉണ്ട്. ലീഗൽ സെറ്റ് ഓഫും ഇക്വിറ്റബിൾ സെറ്റ് ഓഫും. ഈ ലീഗൽ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൈൻ സം ഓഫ് മണിയാണ്, ഒരു നിശ്ചിത അളവിലുള്ള മണിയാണെന്ന് നമുക്കറിയാം. ഇതാണെങ്കിൽ ഡിഫറൻറ്റ് ട്രാൻസാക്ഷനിലാണ് നടക്കുന്നത്. അതായത്
ഞാനിപ്പോൾ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസാക്ഷൻസ് മീൻസ് എന്താണ്, ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് മീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ കേസ് കൊടുത്തത് എന്താണ്, നീ എനിക്ക് 10,000 രൂപ തരാനുണ്ട് എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തത്. നീ ഈ ഇടയ്ക്ക് എന്തോ വാങ്ങിയതാണ്. അപ്പം നീ പറയാണ് ഞാൻ നിനക്ക് 6,000 രൂപ വേറെ ഒരു കണക്കിൽ ഇങ്ങനെ തരാനുണ്ട്. ഇതെന്ന് വെച്ചാൽ രണ്ട് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷനാണ്. അല്ലാതെ നീ എനിക്ക് 10,000 രൂപ തന്ന ഉടനെ ഞാൻ നിനക്ക് 6,000 രൂപ എടുത്ത് തന്നതല്ല. നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത ട്രാൻസാക്ഷനിൽ കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയതാണ്. അപ്പം ഇവിടെ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷനിൽ നടക്കുന്നതായതുകൊണ്ട് അതിൽ വരുന്ന എന്താണ്, ഒരു സർട്ടൈൻ എമൗണ്ടിനെ കുറിച്ചിട്ടുള്ള സെറ്റ് ഓഫിനെയാണ് ഈ ലീഗൽ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ഇക്വിറ്റബിൾ സെറ്റ് ഓഫ്. ഇക്വിറ്റബിൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത് സെയിം ട്രാൻസാക്ഷനിൽ നടക്കണം. ഇതിലാണെങ്കിൽ ഒരു അൺസർട്ടൈൻ ആയിരിക്കും. സം ഓഫ് മണി എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആയിട്ടുള്ള അൺലിക്വിഡേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഈ ഇക്വിറ്റബിൾ സെറ്റ് ഓഫിൽ പറഞ്ഞത്. ഇത് മെയിനായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിനക്ക് ഞാനാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ തന്നു. സാധനങ്ങൾ തന്നെന്ന് വെച്ചാൽ കടത്തിനാണ് തന്നത്. നീ എനിക്ക് എന്താണ് ഈ സാധനങ്ങൾക്ക് കൂടെ ഒരു 10,000 രൂപ ഇടും. അപ്പോൾ ഞാൻ നിനക്ക് 10,000 രൂപയുടെ സാധനങ്ങൾ തന്നു. അങ്ങനെ തന്നപ്പോഴത്തേക്കും കേസ് കൊടുത്തു. ഞാൻ എന്ത് ചെയ്തൊരു കേസ് കൊടുത്തു, ഞാൻ ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തു, 10,000 രൂപ തന്നില്ല എന്ന്. അപ്പം നീ പറയാണ് ഓക്കെ സാധനങ്ങൾ തന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൽ കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പൈസ കുറച്ചിട്ട് ബാക്കി തരാം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഇക്വിറ്റബിൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ സെയിം ട്രാൻസാക്ഷനിലാണ് ആ സാധനം കൊടുത്ത് ആ സാധനത്തിൻ്റെ ഡാമേജ് ആയതിന് ശേഷമുള്ളത് ബാക്കി തരാമെന്ന് പറയുന്നതിനാണ് ഇക്വിറ്റബിൾ സെറ്റ് ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഡിഫൻസ് പോയിന്റ് ആണ് കൗണ്ടർ ക്ലെയിം. ഇത് ഓർഡർ 8 റൂൾ 6A കൗണ്ടർ ക്ലെയിം എന്താണെന്ന് പറയണത്. ഇത് വേറൊന്നുമല്ല, ക്രോസ് സ്യൂട്ട്. അതായത് നീ ഇപ്പം എനിക്കൊരു സ്യൂട്ട് ഫയൽ ചെയ്തു, ഞാൻ നിനക്കെതിരെ വേറൊരു സ്യൂട്ട് ഫയൽ ചെയ്തു. ഇതാണ് കൗണ്ടർ ക്ലെയിം എന്ന് പറയണത്. ഇതിൽ ഈ ഡിഫൻഡൻറ്റ് ഈ കൗണ്ടർ ക്ലെയിമിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൗണ്ടർ ക്ലെയിം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫൻഡൻ്റ് ആരാവും, പ്ലെയിൻറ്റിഫ് കൂടിയാവും. ഞാൻ എന്താവും ഡിഫൻഡൻ്റ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തു, നീ എന്താണ് ഒരു മണി സ്യൂട്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു 10,000 രൂപയുടെ കേസ്, നീ എനിക്ക് 10,000 രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കോടതിയിൽ ഒരു പ്ലെയിൻറ്റ് ഫയൽ ചെയ്തു. അപ്പം ഞാൻ ആരായി, പ്ലെയിൻറ്റിഫായി, നീ ഡിഫൻഡൻ്റായി. അപ്പം നീ ഇത് കണ്ടിട്ട് നീ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ എന്തോ ഒരു ലാൻഡിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് നീ എന്ത് ചെയ്തു, ഫയൽ ചെയ്തു. ഇങ്ങനെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഇടപാടുണ്ടായിരുന്നു, ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് ചെയ്യാം, പ്ലെയിൻറ്റ് ഫയൽ ചെയ്യാം കൗണ്ടർ ക്ലെയിമായിട്ട്. അങ്ങനെ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും നീ ആരായി, നീ ആ കേസിലെ പ്ലെയിൻറ്റിഫും ഞാൻ ആ കേസിലെ ഡിഫൻഡൻറ്റും ആയി. അപ്പം രണ്ടുപേരുടെ ഇതിലും രണ്ട് എന്തുണ്ട്, പൊസിഷൻസ് അവിടെ ഉണ്ട്. പിന്നെ നീ കൗണ്ടർ ക്ലെയിം കൊടുത്തു എന്ന് പറഞ്ഞത്, അതായത് ക്രോസ് സ്യൂട്ട് ഫയൽ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഈ സ്യൂട്ട് തിരിച്ചെടുക്കാം. ഈ സ്യൂട്ട്, അതായത് ഞാൻ ഈ കൊടുത്ത മണി സ്യൂട്ട് എനിക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. ഈ മണി സ്യൂട്ട് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് നിന്റെ കേസ് തിരിച്ചെടുത്തെന്ന് അർത്ഥമാവില്ല. അതിന് നീ തന്നെ എന്ത് ചെയ്യണം, അത് വിഡ്രോ ചെയ്യണം. അല്ലാതെ ഞാൻ ഇത് വിഡ്രോ ചെയ്ത ഉടനെ മറ്റത് വിഡ്രോ ആയി പോവത്തില്ല. ഇതാണ് ഈ കൗണ്ടർ ക്ലെയിമിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ സെറ്റ് ഓഫും കൗണ്ടർ ക്ലെയിമും രണ്ടാണ്. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓർഡർ 8 റൂൾ 6 പറയണത്, കൗണ്ടർ ക്ലെയിം ഓർഡർ 8 റൂൾ 6A പറയണത്. സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ആണ്, കൗണ്ടർ ക്ലെയിം എന്ന് പറയുന്നത് ഒരു ക്രോസ് സ്യൂട്ടാണ്. സെറ്റ് ഓഫ് എന്ന് പറയുന്നത് മണി സ്യൂട്ടിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. കൗണ്ടർ ക്ലെയിം എന്ന് പറയുന്നത് ഏതൊരു സ്യൂട്ടിലും എന്ത് ചെയ്യും, ആപ്ലിക്കബിൾ ആവും. സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ സം ഓഫ് മണി ആയിരിക്കും, കൗണ്ടർ ക്ലെയിമിൽ അൺസർട്ടൈൻ സം ഓഫ് മണി ആയിരിക്കും. ഇതാണ് ഈ പ്ലീഡിങ്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. അതായത് പ്ലീഡിങ്സിൻ്റെ അകത്ത് എന്താണ്, പ്ലീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻറ്റും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും ആണ്. പ്ലെയിൻറ്റ് എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ്, അതെന്തുകൊണ്ട് റിജക്റ്റ് ചെയ്യും, അതെന്തുകൊണ്ട് റിട്ടേൺ ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ രണ്ട് ഡിഫൻസ് പോയിൻ്റ് സെറ്റ് ഓഫും കൗണ്ടർ ക്ലെയിമും. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.